പ്രിയമുള്ളവരെ, വചനജ്വാല 1651 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 9 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നാം 50 നോമ്പ് 22 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ജെറേമിയായുടെ പുസ്തകം 27 അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ബാബിലോണിന്റെ നുകം. യൂദാ രാജാവായ ജോസിയായുടെ പുത്രൻ സെദക്കിയായുടെ ഭരണകാലത്ത് ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നുകവും കയറും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വെക്കുക. ജെറൂസലേമിൽ യൂദാ രാജാവായ സെദക്കിയായുടെ അടുക്കൽ വരുന്ന ദൂതൻ വശം ഏദോം, മോവാബ്, അമ്മോൻ, ടിയർ, സീദോൻ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർക്ക് ഈ സന്ദേശം അയക്കുക. തങ്ങളുടെ യജമാനന്മാരെ അറിയിക്കാൻ അവരോട് പറയണം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തമായ കരം നീട്ടി ഭൂമിയെയും അതിലുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചത് ഞാനാണ്. എനിക്ക് ഉചിതമെന്ന് തോന്നുന്നവനെ ഞാനത് നൽകും. ബാബിലോൺ രാജാവായ എന്റെ ദാസൻ നബുക്കദ്നേസറിന്റെ കരങ്ങളാൽ ഞാൻ ഈ ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അവനെ സേവിക്കാൻ വയലിലെ മൃഗങ്ങളെയും ഞാൻ കൊടുത്തിരിക്കുന്നു. സകല ജനതകളും അവനെയും അവന്റെ പുത്രനെയും പൗത്രനെയും അവന്റെ രാജ്യത്തിന്റെ കാലം പൂർത്തിയാകുന്നതുവരെ സേവിക്കും. അതിനുശേഷം അനേകം ജനതകളും മഹാരാജാക്കന്മാരും അവനെ തങ്ങളുടെ സേവകനാക്കും. ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിനെ സേവിക്കുകയോ അവന്റെ നുകത്തിന് കഴുത്ത് കുനിച്ചു കൊടുക്കുകയോ ചെയ്യാത്ത ജനതയെയും രാജ്യത്തെയും അവന്റെ കൈകൊണ്ട് നിശേഷം നശിപ്പിക്കുന്നതുവരെ പടയും പട്ടിണിയും പകർച്ചവ്യാധിയും അയച്ച് ഞാൻ ശിക്ഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെയും പ്രശ്നക്കാരുടെയും സ്വപ്നക്കാരുടെയും ശകുനക്കാരുടെയും ക്ഷുദ്രക്കാരുടെയും വാക്ക് നിങ്ങൾ ശ്രവിക്കരുത്. നിങ്ങളുടെ ദേശത്തിന് ഞാൻ നിങ്ങളെ അകറ്റാനും ഞാൻ നിങ്ങളെ തുരത്തി നശിപ്പിക്കാനും ഇടയാതക്ക നുണയാണ് അവർ പ്രവചിക്കുന്നത്. ബാബിലോൺ രാജാവിന്റെ നുകത്തിന് കഴുത്ത് കുനിച്ചു കൊടുത്ത് അവനെ സേവിക്കുന്ന ജനതയെ സ്വദേശത്ത് തന്നെ വസിക്കാൻ ഞാൻ അനുവദിക്കും. അവർ അവിടെ കൃഷി ചെയ്ത് ജീവിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. യൂദാ രാജാവായ സെദക്കിയായോടും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ബാബിലോൺ രാജാവിന്റെ നുകത്തിന് കഴുത്ത് കുനിച്ചു കൊടുത്ത് അവനെയും അവന്റെ ജനത്തെയും സേവിച്ചുകൊണ്ട് ജീവിക്കുക. ബാബിലോൺ രാജാവിനെ സേവിക്കാത്ത ജനതകളെ കുറിച്ച് കർത്താവ് അരുളി ചെയ്തതുപോലെ നീയും നിന്റെ ജനവും വാളും ക്ഷാമവും പകർച്ചവ്യാധി കൊണ്ട് എന്തിന് മരിക്കണം. ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. അവർ പ്രവചിക്കുന്നത് നുണയാണ്. ഞാൻ അവരെ അയച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ ആട്ടിയോടിക്കുന്നതിനും പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിക്കുന്നതിനും വേണ്ടിയാണ് എന്റെ നാമത്തിൽ അവർ വ്യാജം പ്രവചിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു. പുരോഹിതന്മാരോടും ജനത്തോടും ഞാൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ബാബിലോണിൽ നിന്ന് ഉടനെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത്. അവർ നുണയാണ് പ്രവചിക്കുന്നത്.
അവരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. ബാബിലോൺ രാജാവിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുക. എന്തിന് ഈ നഗരം ശൂന്യമാകണം? അവർ പ്രവാചകന്മാരാണെങ്കിൽ, കർത്താവിന്റെ വചനം അവരോട് കൂടെയുണ്ടെങ്കിൽ, ദേവാലയത്തിലും യൂദാ രാജാവിന്റെ കൊട്ടാരത്തിലും ജെറൂസലേമിലുമുള്ള ഉപകരണങ്ങൾ ബാബിലോണിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ സൈന്യങ്ങളുടെ കർത്താവിനോട് യാചിക്കട്ടെ. യൂദാ രാജാവായ യഹോയാക്കിമിന്റെ പുത്രൻ യാക്കോണിയായെയും യൂദയായിലെയും ജെറൂസലേമിലെയും കുലീനരെയും ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ ജെറൂസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവൻ എടുക്കാതെ വിട്ട സ്തംഭങ്ങൾ, ജലസംഭരണി, പീഠങ്ങൾ, പട്ടണത്തിൽ ശേഷിച്ചിരുന്ന ഉപകരണങ്ങൾ എന്നിവ സംബന്ധിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അവിടുത്തെ ആലയത്തിലും യൂദാ രാജാവിന്റെ കൊട്ടാരത്തിലും ജെറൂസലേമിലും ശേഷിച്ചിട്ടുള്ള ഉപകരണങ്ങളെക്കുറിച്ച് അരുളി ചെയ്യുന്നു. അവയെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. എൻ്റെ സന്ദർശന ദിവസം വരെ അവ അവിടെ ആയിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് ഞാൻ അവ തിരികെ കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് പുനഃസ്ഥാപിക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഫ്രാൻസിസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. കൊള്ളാറ്റിൻ സഭയുടെ സ്ഥാപകയായ ഫ്രാൻസിസ് ഇറ്റലിയിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. ചെറുപ്പം മുതൽക്കേ ഫ്രാൻസിസിന്റെ അഭീഷ്ടം സന്യാസ ജീവിതമായിരുന്നു എങ്കിലും മാതാപിതാക്കന്മാരുടെ ആഗ്രഹപ്രകാരം റോമൻ പ്രഭുവായ ലോറൻസ് പൊൻസാനിയെ അവൾ വിവാഹം കഴിച്ചു. വിവാഹിത പ്രഭ്യയായിരുന്നുവെങ്കിലും ഫ്രാൻസിസ് ആഡംബരങ്ങളിൽ നിന്നകന്ന് പ്രാർത്ഥനയിലും ധ്യാനത്തിലും വിശുദ്ധ കുർബാനയുടെ സന്ദർശനത്തിലും ആനന്ദം തേടി. ധ്യാനത്തിലും 40 കൊല്ലത്തെ വിവാഹ ജീവിതത്തിൽ അവൾ തന്റെ ഭർത്താവിനെ ഒരിക്കലും അനുസരിക്കാതിരുന്നിട്ടില്ല. വിവാഹിതരായ ഒരു സ്ത്രീ എന്തിനെങ്കിലും വിളിക്കപ്പെട്ടാൽ ഭക്താഭ്യാസങ്ങൾ നിർത്തിവെച്ച് കുടുംബജോലികളിൽ ദൈവത്തെ കാണണം എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. അപ്രകാരം തന്നെ അവൾ പ്രവർത്തിച്ചു. ഒരിക്കൽ സങ്കീർത്തനം ചൊല്ലാൻ തുടങ്ങിയപ്പോൾ 4 പ്രാവശ്യം ഓരോ കാര്യത്തിന് അവൾ വിളിക്കപ്പെട്ടു. ഓരോ പ്രാവശ്യവും സങ്കീർത്തനം നിർത്തിവെച്ചുകൊണ്ട് വേണ്ടത് ചെയ്തു. 5-ാം പ്രാവശ്യം സങ്കീർത്തനം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ പ്രഥമ വാക്യം സ്വർണമഷിയിൽ എഴുതപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. ഭർത്താവ് മരിക്കുന്നതിന് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ശാരീരിക പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാൻ അദ്ദേഹം സ്വഭാര്യയെ അനുവദിച്ചു. അന്നു മുതൽ വിശിഷ്ട ഭോജ്യങ്ങൾ ഉപേക്ഷിച്ചു. ഭിക്ഷക്കാർക്കുള്ള ഉണക്ക റൊട്ടി തിന്നാൻ തുടങ്ങി. മുള്ളരഞ്ഞാണം കുറെ നാൾ അണിഞ്ഞു. പിന്നീട് ആത്മീയ ഗുരു അത് അനുവദിച്ചില്ല. കുട്ടികളെ വിശുദ്ധരായി വളർത്താൻ അവൾ അങ്ങേയറ്റം പരിശ്രമിച്ചു. കുരിശുകൾ അവൾക്ക് വേണ്ടുവോളം ഉണ്ടായിരുന്നു. 1413 നേപ്പിൾസ് രാജാവ് ലിഡിഡാസ് റോമാനഗരം ആക്രമിക്കുകയും ഫ്രാൻസിസിന്റെ ഭർത്താവിനെ നാടുകടത്തുകയും മകൻ ജോൺ ബാപ്റ്റിസ്റ്റിനെ ജാമ്യ തടവുകാരനായി കൊണ്ടുപോവുകയും ചെയ്തു. കോൺസ്റ്റാൻസ് സൂനകദോസിന് ശേഷം സമാധാനമുണ്ടായി. ഭർത്താവ് സ്വദേശത്തേക്ക് മടങ്ങി. കണ്ടുകെട്ടിയ സ്വത്ത് തിരിച്ചു കിട്ടി. ഫ്രാൻസിസ് വഴി തനിക്ക് കൈവന്ന അനുഗ്രഹങ്ങളെ പരിഗണിച്ച് ഭർത്താവ് അവൾക്ക് അവളുടെ പ്രായശ്ചിത്ത മാർഗത്തിൽ കൂടെ നടക്കാനും താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒബ്ലേറ്റേഴ്സ് എന്ന സന്യാസ സമൂഹം ആരംഭിക്കാനും അനുവാദം നൽകി. 1433 പുതിയ സഭ ആരംഭിച്ചു. 1437
എവുജേനിയസ് നാലാമൻ പാപ്പ അതിന് അംഗീകാരം നൽകി. റോമായിൽ സഭയുടെ മാതൃഭവനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരിൽ കൊള്ളാറ്റിൻസ് എന്ന ഈ സഭയ്ക്ക് നാമമുണ്ടായി. ഭർത്താവിന്റെ മരണശേഷം കഴുത്തിൽ ഒരു കയറ് കെട്ടി നഗ്നപാദങ്ങൾ കൊണ്ട് നടന്ന് മഠത്തിലെത്തി സാഷ്ടാംഗം വീണു. തന്നെ അവരോടൊപ്പം ചേർക്കാൻ സഹോദരിമാരോട് അഭ്യർത്ഥിച്ചു. 1437 മാർച്ച് 21 വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാൾ ദിവസം അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു. സഭയിലെ എളിയ ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു അവളുടെ ആഗ്രഹമെങ്കിലും അംഗങ്ങൾ അവളെ മഠാധിപതിയായി തിരഞ്ഞെടുത്തു. ഹ്രസ്വമായ സന്യാസ ജീവിതത്തിൽ നിരവധി അതിസാഹസികാനുഭവങ്ങൾ അവൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. കാവൽമാരാക നേരിൽ അവളോട് സംസാരിച്ചിരുന്നു അത്രേ. കുർബാന സ്വീകരണത്തിന് ശേഷം പാരവശ്യം ഉണ്ടാകുക സാധാരണയായിരുന്നു. 1440 മാർച്ച് 9 56 വയസ്സിൽ ഫ്രാൻസിസ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 1608 മെയ് 29 5 പൗലോസ് മാർപ്പാപ്പ ഫ്രാൻസിസിനെ വിശുദ്ധ എന്ന് പേര് വിളിച്ചു. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ ബൊളാഞ്ഞായിലെ വിശുദ്ധ കത്രീനയെയും അനുസ്മരിക്കുന്ന പൻസുദിനമാണ്. കന്യകയും ദരിദ്രകാര സഹോദരിമാരുടെ സഭാംഗവുമായ ബൊളാഞ്ഞായിലെ വിശുദ്ധ കത്രീന 17 വയസ്സിൽ ഫ്രാൻസിസ്കൻ 3 സഭയിൽ ചേർന്നു. ആദ്യം അടുക്കളയുടെ ചുമതലയായിരുന്നു, പിന്നീട് നോവിസ് മിസ്ട്രസ്സായി. ഇക്കാലത്താണ് 7 ആധ്യാത്മിക ആയുധങ്ങൾ എന്ന പുസ്തകം രചിച്ചത്. സുവിശേഷ പ്രസംഗങ്ങൾ, ഭക്താഭ്യാസങ്ങൾ, കീർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം കത്രീന ധാരാളം എഴുതി. ധാരാളം പെയിന്റിങ്ങുകളും ചെയ്തിട്ടുണ്ട്. കലാകാരന്മാരുടെ മധ്യസ്ഥയായി തിരുസഭ ഈ വിശുദ്ധയെ വണങ്ങുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫ്രാൻസിസിന്റെയും ബൊളാഞ്ഞായിലെ വിശുദ്ധ കത്രീനായുടെ മാധ്യസ്ഥവും യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.